ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നതും അവിടെ ഒരു ഗ്രീൻ കാർഡ് അഥവാ പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുക എന്നതും. സാധാരണയായി ആളുകൾ അറിഞ്ഞിരിക്കുന്നത് H1B അല്ലെങ്കിൽ L1 പോലെയുള്ള താൽക്കാലിക വർക്ക് വിസകളെ കുറിച്ചാണ്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം US-ൽ തുടരാൻ സഹായിക്കുന്ന താൽക്കാലിക വിസകളാണ്. അതേസമയം US ഭരണകൂടം നൽകുന്ന തൊഴിലധിഷ്ഠിത പെർമനന്റ് വിസകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ അല്പം പരിശ്രമിച്ചോ US ഗ്രീൻ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും. പ്രതിവർഷം ഏകദേശം 1,40,000 ഇമിഗ്രന്റ് വിസകളാണ് US ഇമിഗ്രേഷൻ വിഭാഗം ഈ മുൻഗണനാ വിഭാഗങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 5 പ്രധാന എംപ്ലോയ്മെന്റ് ബേസ്ഡ് വിസ മാർഗങ്ങൾ? ആർക്കൊക്കെയാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്? ഓരോന്നിന്റെയും പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കൻ തൊഴിൽ വിസ വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ഒന്നാണ് EB-1 വിസ. അസാധാരണ കഴിവുള്ളവർക്കും ഏറ്റവും മികച്ച പ്രൊഫഷണലുകൾക്കുമാണ് ഈ വിസ നൽകുന്നത്. ഇതിനെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് EB-1A വിഭാഗമാണ്. ശാസ്ത്രം, കല, വിദ്യാഭ്യാസം, ബിസിനസ് അല്ലെങ്കിൽ കായികം എന്നീ മേഖലകളിൽ ആഗോളതലത്തിൽ തന്നെ അസാധാരണമായ കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് ഇതിലൂടെ അപേക്ഷിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് US-ൽ ഒരു തൊഴിലുടമയുടെയും ആവശ്യമില്ല. സ്വയം തന്നെ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാം. അടുത്തത് EB-1B വിഭാഗമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മികച്ച അധ്യാപകർക്കും ഗവേഷകർക്കും വേണ്ടിയുള്ളതാണ് ഈ വിസ. അടുത്തത് EB-1C വിഭാഗമാണ്. ബഹുരാഷ്ട്ര കമ്പനികളിലെ മാനേജർമാർക്കും എക്സിക്യൂട്ടീവുകൾക്കും അവരുടെ കമ്പനിയുടെ US ശാഖയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ച് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള വഴിയാണിത്. ഈ വിഭാഗത്തിന് പലപ്പോഴും നീണ്ട പ്രോസസ്സിംഗ് കാത്തിരിപ്പ് കുറവാണ് എന്നതും PERM ലേബർ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്നതും വലിയ നേട്ടമാണ്. രണ്ടാമത്തെ പ്രധാന വിസ വിഭാഗമാണ് EB-2 വിസ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അസാധാരണ കഴിവുള്ളവർക്കുമാണ് ഇത് നൽകുന്നത്. ഈ വിസയ്ക്ക് അർഹത നേടാൻ 2 പ്രധാന വഴികളുണ്ട്. ഒന്നാമത്തേത് അഡ്വാൻസ്ഡ് ഡിഗ്രിയാണ്. ഒരു മാസ്റ്റേഴ്സ് ബിരുദമോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ബിരുദമോ അതിനോടൊപ്പം കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് എക്സെപ്ഷണൽ എബിലിറ്റിയാണ്. ശാസ്ത്രം, കല അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിൽ സാധാരണക്കാർക്ക് പുറമേയുള്ള മികച്ച കഴിവ് തെളിയിക്കണം. സാധാരണയായി EB-2 വിസയ്ക്ക് ഒരു US തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പും ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ PERM അനുമതിയും ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രൊജക്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ താൽപര്യത്തിന് ഉപകരിക്കുന്നതാണെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് വേവിയർ വഴി തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ സ്വയം അപേക്ഷിക്കാൻ സാധിക്കും. തൊഴിലധിഷ്ഠിത വിസകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിക്കുന്ന ഒന്നാണ് അടുത്ത വിഭാഗമായ EB-3 വിഭാഗം. ഇത് പ്രധാനമായും 3 വിഭാഗത്തിലുള്ള തൊഴിലാളികൾക്ക് അനുയോജ്യമാണ്. ആദ്യത്തേത് സ്കിൽഡ് വർക്കേഴ്സ് ആണ്. ഇവിടെ കുറഞ്ഞത് 2 വർഷത്തെ പരിശീലനമോ പ്രവൃത്തി പരിചയവുമുള്ള വിദഗ്ധ തൊഴിലാളികൾക്കാണ് ഈ വിസ ലഭിക്കുന്നത്. അടുത്തത് പ്രൊഫഷണലുകളാണ്. കുറഞ്ഞത് US ബാച്ചിലേഴ്സ് ബിരുദത്തിന് തുല്യമായ ബിരുദമുള്ള വ്യക്തികൾ. അടുത്തത് അതേഴ്സ് വർക്ക്സ് അല്ലെങ്കിൽ അൺസ്കിൽഡ് വർക്കേഴ്സ് ആണ്. 2 വർഷത്തിൽ താഴെ മാത്രം പരിശീലനം ആവശ്യമുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് ഈ കൂട്ടർ. EB-3 വിസ ലഭിക്കുന്നതിന് ഒരു US കമ്പനി നിർബന്ധമായും നിങ്ങളെ സ്പോൺസർ ചെയ്യണം. കൂടാതെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൽ നിന്നുള്ള PERM ലേബർ സർട്ടിഫിക്കേഷൻ പ്രക്രിയയും പൂർത്തിയാക്കേണ്ടതുണ്ട്. നാലാമത്തെ വിസ വിഭാഗമായ EB-4 വിസ ചില പ്രത്യേക തരം സ്പെഷ്യൽ ഇമിഗ്രൻസിന് നീക്കിവെച്ചിട്ടുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് മതപരമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആണ്. വിദേശത്തുള്ള US ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ US ഫോറിൻ സർവീസിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ജീവനക്കാർക്കും ഇത് പ്രയോജനപ്പെടുത്താം. അടുത്തത് അന്താരാഷ്ട്ര സംഘടനകളിൽ ജോലി ചെയ്ത് വിരമിച്ച ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. അവർക്കും ഈ വിസ പ്രയോജനപ്പെടുത്താം. അടുത്തത് US സായുധ സേനയിലെ ചില വിദേശ അംഗങ്ങളാണ്. അവർക്കും ഇത് ഉപകാരപ്പെടുന്ന വിസയാണ്. അടുത്തത് കോടതി സംരക്ഷണം ലഭിച്ചിട്ടുള്ള പ്രത്യേക പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. വിവിധ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉള്ളവർക്ക് US-ൽ സ്ഥിരതാമസം ഉറപ്പാക്കാൻ ഈ വിസ സഹായിക്കുന്നുണ്ട്. അഞ്ചാമത്തെയും ഏറ്റവും ആകർഷകവുമായ മാർഗമാണ് EB-5 വിസ. അമേരിക്കയിൽ തുക നിക്ഷേപിക്കാൻ താല്പര്യമുള്ള വിദേശ നിക്ഷേപകർക്ക് നേരിട്ട് ഗ്രീൻ കാർഡ് നേടാനുള്ള വഴിയാണിത്. EB-5 വിസയുടെ പ്രധാന നിബന്ധനകൾ കൂടെ നോക്കാം. നിയുക്ത ഗ്രാമീണ മേഖലകളിലോ ഉയർന്ന തൊഴിലില്ലായ്മയുള്ള പ്രദേശങ്ങളിലോ ആണെങ്കിൽ കുറഞ്ഞത് $8 ലക്ഷം നിക്ഷേപിക്കണം. മറ്റ് ജനറൽ ഏരിയകളിലാണെങ്കിൽ
$10,50,000 കുറഞ്ഞത് നിക്ഷേപിക്കണം. ഈ നിക്ഷേപം വഴി അമേരിക്കയിൽ തൊഴിലാളികൾക്കായി കുറഞ്ഞത് 10 ഫുൾ ടൈം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണം. EB-5 വിസയുടെ അപേക്ഷകനും പങ്കാളിക്കും 21 വയസ്സിന് താഴെയുള്ള വിവാഹിതരാകാത്ത കുട്ടികൾക്കും നേരിട്ട് US ഗ്രീൻ കാർഡ് സ്വന്തമാക്കാനും സാധിക്കും. നിങ്ങൾ അസാധാരണ കഴിവുള്ള പ്രൊഫഷണലുകളോ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളോ ഒരു സ്കിൽഡ് തൊഴിലാളിയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളോ ആണെങ്കിൽ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ഒരു എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ വിസ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് അമേരിക്കൻ ഡ്രീം സാക്ഷാത്കരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾക്കും പ്രൊഫൈലിനും അനുയോജ്യമായ EB വിസ വിഭാഗം തിരഞ്ഞെടുത്ത് കൃത്യമായ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ ഉപദേശത്തോടെ അപേക്ഷിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. US വിസയെക്കുറിച്ചും ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. US, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.